കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ എൻ്റെ ഒരു ഓം അല്ലെങ്കിൽ എൻ്റെ ഒരു ടാഗ്ലൈൻ, അല്ലെങ്കിൽ ഞാനതാണ് ജനങ്ങളോട് പറഞ്ഞത്. ഞാനൊരു കാര്യം കോൺഫിഡൻ്റ് ആയി പറയും, കഴിഞ്ഞ തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉള്ള മൂവാറ്റുപുഴയല്ല ഇപ്പോഴത്തെ മൂവാറ്റുപുഴ. നമ്മുടെ ഈ നഗരവികസനം KSRTC ഒക്കെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തുന്നത് MLA കാലാവധി അവസാനിക്കുന്നതിൻ്റെ ദിവസങ്ങൾ മുമ്പ് മാത്രമാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ പോലും ചിന്തിക്കില്ലേ, ഇത്രയും നാൾ ഇപ്പം ചെയ്യാൻ സാധിച്ചത് കുറച്ചും കൂടി നേരത്തെ ചെയ്യാമായിരുന്നെന്ന് ജനങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? അത് ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ അഗ്രസീവായി വളരെ ഫാസ്റ്റായി ഇത് ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്നും എങ്ങനെയാണ് നീണ്ടുപോയതെന്നും ജനങ്ങളൊന്ന് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ്. സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതല്ലാതെ അത് സോഷ്യൽ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആരും മുൻകൈ എടുക്കാത്തതുകൊണ്ടല്ലേ? ഇതിങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ പക്ഷേ ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്ന നിലയ്ക്ക് ഐ റിക്വസ്റ്റ് ദ പ്രസ് ക്ലബ് ടു ഹോൾഡ് എ ഡിബേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഹോൾഡ് ചെയ്യുക. ഏത് സ്ഥാനാർത്ഥി വരുന്നതിലാണ് അവൈലബിൾ ആണ്, ഞാൻ അവൈലബിൾ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയുന്നത് മൂവാറ്റുപുഴയിലെ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിയുന്നു. സോ യു ഷുഡ് ആസ്ക്. ആ ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് നടത്തണം. നമസ്കാരം, ലെറ്റ്സ് ടോക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥിയെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തില് സജീവ ചർച്ചയായിട്ടുള്ള ഒരു MLA ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള മൂവാറ്റുപുഴ സ്വന്തം MLA മാത്യു കുഴൽനാടൻ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ജനവിധി തേടാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കരുതുന്നത്? ഞാൻ ഭൂരിപക്ഷം പ്രവചിക്കാൻ ഞാനില്ല, പക്ഷേ ഒരു കൺവിൻസിങ് മാർജിൻ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ മാർജിൻ, ഒരു കേരളത്തിലെ തന്നെ ഉജ്ജ്വലമായൊരു വിജയം മൂവാറ്റുപുഴയിൽ നിന്നുണ്ടാകും. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചാണ് കഴിഞ്ഞ തവണ അങ്ങ് അധികാരത്തിൽ കയറിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നിട്ടാണ് കരുതുന്നത്? കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ എൻ്റെ ഒരു ഓം അല്ലെങ്കിൽ എൻ്റെ ഒരു ടാഗ്ലൈൻ, അല്ലെങ്കിൽ ഞാനതാണ് ജനങ്ങളോട് പറഞ്ഞത്. ഞാനൊരു കാര്യം കോൺഫിഡൻ്റ് ആയി പറയും, കഴിഞ്ഞ തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉള്ള മൂവാറ്റുപുഴയല്ല ഇപ്പോഴത്തെ മൂവാറ്റുപുഴ. കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെയായി നഗരം കൊതിച്ചിരുന്ന ഈ നഗർ റോഡ് വികസനം മൂവാറ്റുപുഴയുടെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോൾ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അതിനോടനുബന്ധിച്ച് 2 പദ്ധതികൾ കൂടി മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് KSRTC ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നത്, കാരണം അതൊരു നശിച്ചു കിടക്കുന്ന ഒരു ഡാർക്ക് പ്ലേസ് പോലെ ഇരുന്നതാണ്. അപ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെ മറ്റൊന്നുണ്ടായിരുന്ന സുപ്രധാന പദ്ധതി മുറിക്കൽ ബൈപ്പാസാണ്. നമുക്ക് ബൈപ്പാസ് ഇല്ലാത്ത നഗരമാണ് മൂവാറ്റുപുഴ. അത് തുടങ്ങി അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്, ബട്ട് സ്റ്റിൽ സബ്സ്റ്റാൻഷ്യലി ദ ഫേസ് ഹസ് ബീൻ ചേഞ്ച്ഡ്. അതാരും പുറത്തുനിന്ന് വരുന്നവരും ഇവിടെയുള്ളവരും ആരും സമ്മതിക്കും. നിങ്ങളിനി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന ഞാൻ പറഞ്ഞതിനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് എല്ലാമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താണെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് ജനം തരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മുൻ MLA കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതിയ പദ്ധതികളൊന്നും മാത്യു കുഴൽനാടന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെന്നാണ് LDF ആരോപിക്കുന്നത്. ഇപ്പോൾ നഗരവികസനമാണെന്നുണ്ടെങ്കിലും മുടിക്കലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള പദ്ധതികളാണ്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അദ്ദേഹം ഇത് പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് ഈ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോൾ അവരുടെ ഒരു മുൻ MLA ഈ എങ്ങനെ പദ്ധതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഈ വികസനം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. ഇനിയൊരു 50 വർഷത്തേക്കുള്ളൊരു വിഷൻ ഞാൻ മൂവാറ്റുപുഴയിൽ പലയിടത്തായിട്ടും ഡിസ്കസ് ചെയ്യുകയും പലയിടത്തായിട്ടും ഫയലാക്കുകയും പലയിടത്തായിട്ട് ഇത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു 50 വർഷം വരെ. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ അതൊന്നും ഒരു വികസനത്തിൻ്റെ ഭാഗമാവില്ല. അതല്ലാണ്ട് ചെയ്തത് എന്താണെന്നുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ എൻ്റേതായ കാഴ്ചപ്പാടിൽ പല കാര്യങ്ങളും പല കൾച്ചറൽ ഇൻവെൻഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പുതിയ കോൺസെപ്റ്റുകളാണ്. പുതിയ കോൺസെപ്റ്റുകൾ ഒരു നഗരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് കാര്യം. പിന്നെ വികസനം ഒരു തുടർച്ചയാണ് എന്നതുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഒരു നഗർ റോഡ് വികസനം ആരാണ് കൊണ്ടുവന്നത്? ആക്ച്വലി അങ്ങനെ ചോദിച്ചാൽ ആര് കൊണ്ടുവന്നു പറയണം? ഇത് എന്താണ് അതിൻ്റെ ഒരു ടൈമിംഗ് എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഉപേക്ഷിച്ചു പോയൊരു ഇതുണ്ടായിരുന്നു. ഞാനിപ്പോൾ സിംഗിൾ ആൻസർ നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ ഈ കാലയളവിൽ നേടിയെടുത്ത ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് പാരലൽ MG റോഡ് എന്ന കോൺസെപ്റ്റാണ്. പാരലൽ MG റോഡിന് വേണ്ടി 450 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് ഈ സർക്കാർ താൽക്കാലികമായി മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സിംഗിൾ പ്രോജക്റ്റ് കൊണ്ടുവന്ന ഏതാണെന്ന് വെച്ചാൽ എന്താണെങ്കിലും അത് എൽദോ ഇബ്രാഹിമിന് ക്ലെയിം ഇല്ലല്ലോ, അത് ബാവുപോളിന് ക്ലെയിം ഇല്ലല്ലോ,
അത് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ. പാരലൽ എം ജി റോഡ് എന്നുള്ള സിംഗിൾ പദ്ധതിക്ക് 450 കോടി രൂപയുടെ അനുമതി വാങ്ങിയത് ഇപ്പോൾ ഈ ആർട്ട് സ്റ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ MLA ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു പദ്ധതി എന്ന് വെച്ചാൽ അത്രയും വലിപ്പമുള്ള ഒരു പദ്ധതി ഏതെങ്കിലും മുൻ MLA മാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒരു സിംഗിൾ പദ്ധതിയല്ലേ ചോദിച്ചത്. ഇനി ഞാൻ വേറെ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിൽ ആദ്യമായി ഒരു ഇപ്പം നമുക്ക് പലയിടത്തും പകൽ വീടുകളുണ്ട്, വയോജനങ്ങൾക്ക് മറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു വയോജന വിജ്ഞാന സൗഹൃദ കേന്ദ്രം എന്ന കോൺസെപ്റ്റ് ആദ്യത്തെയാണ്, ഫോർ ദ ഫസ്റ്റ് ടൈം മേ ബി ഇൻ ദ കൺട്രി. അതിനുവേണ്ടി ഞാൻ ആ പ്രോജക്റ്റ് ഒരു പൈലറ്റ് ചെയ്യുകയും അതിനെ എലാബറേറ്റ് ചെയ്യുകയും അതിനെ ലോഞ്ച് ചെയ്യുകയും ചെയ്ത് അതിപ്പോൾ ഒരു ഫൈനൽ കംപ്ലീഷനിലേക്ക് വന്നിട്ടുണ്ട്. ബിൽഡിങ് അതിൻ്റെ ഓപ്പറേഷനിലേക്ക് കടന്നാൽ മതി ഇനി. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഓൺ ഐഡിയ. എൻ്റെ മാത്രം ഇൻറ്റൻഷനിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതൊരു ഒരു 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 കൾച്ചറൽ ഇൻ്റർവെൻഷൻ കൈൻഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല പദ്ധതികളും. പിന്നെ ഇങ്ങനെ ഒരു പദ്ധതിയെങ്കിലും ചോദിക്കാൻ വേണ്ടി അതൊക്കെ ഈ പ്രചരണത്തിന് കൊഴുപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഇപ്പം മേജറായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത 3 പദ്ധതികൾ എന്ന് പറയുന്നത്, 1 നഗർ റോഡ് വികസനം, 2 മുറിക്കൽ ബൈപ്പാസ്, 3 KSRTC സ്റ്റാൻഡ്. ഇപ്പോൾ KSRTC സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് KSRTC സ്റ്റാൻഡ് പുതിയതായി കൊണ്ടുവന്ന പദ്ധതി ലോകത്ത് ആർക്കും കൊണ്ടുവരാൻ പറ്റും. KSRTC ഇല്ലാത്ത സ്ഥലത്ത് ഒരു KSRTC ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആകാൻ പറ്റില്ല. ഇപ്പം നഗർ റോഡ് ഉണ്ടായിരുന്നതാണ്. നഗർ റോഡ് വികസനം എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞ് 20 വർഷമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. നൺ ഓഫ് ദം കുഡ് ഡു ഇറ്റ്. ഈവൻ വെൽദോബ്രാനും ചെയ്യാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 34 കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ഡിസൈൻ മാറ്റി, അതിൻ്റെ ലേഔട്ട് മാറ്റി, അതിൻ്റെ കോൺസെപ്റ്റ് മാറ്റി, കാര്യങ്ങളെ മാറ്റി വന്നപ്പോൾ എക്സിക്യൂട്ടീവ് അബവ് 46 crore, 46 കോടിയുടെയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ മുറിക്കൽ ബൈപ്പാസിൻ്റെ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 59 കോടിയാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ മേടിച്ചതാണ്. ഇന്ന് ആ മുറിക്കൽ ബൈപ്പാസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഐ ക്യാൻ സേ ഇറ്റ്സ് മൈ ഓൺ പ്രോജക്റ്റ്. കാരണം ഇപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 119 കോടിക്കാണ്. ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച്. ദിസ് നോട്ട് ദ സെയിം പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് അല്ല ഇത്. ആ പ്രോജക്റ്റിൻ്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റി. അന്നാരും ഡിസ്കസ് ചെയ്തിരുന്നു ഫിനാൻസ് സാങ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒഴിച്ചാൽ ഒന്നുമില്ല. ദിസ് കംപ്ലീറ്റ്ലി ന്യൂ പ്രോജക്റ്റ്. 119 കോടിയുടെ അല്ലെങ്കിൽ 59 കോടിയുടെ ഇതും 119 കോടിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടല്ലോ. സോ അതൊക്കെ നമ്മുടെ പ്രോജക്റ്റ് അല്ല എന്ന് പറയാൻ വേണ്ടിയുള്ള വ്യഗ്രത കൊണ്ടാണ് അവർ കൊണ്ടുവന്ന ഓൺ പ്രോജക്റ്റ് ഉണ്ടോ ചോദിക്കുന്നു. ഓൺ പ്രോജക്റ്റ് ഇതുണ്ട്. പാരലൽ എം ജി റോഡ് ആര് കൊണ്ടാണ്? ആരെങ്കിലും അത് കൺസീവ് ചെയ്തിരുന്നോ? ആരെങ്കിലും അങ്ങനെ ആശയം പറഞ്ഞിരുന്നോ? അതില്ല. 450 കോടിയുടെ ഒരു സിംഗിൾ പ്രോജക്റ്റ്, ഏറ്റവും വലിയ പ്രോജക്റ്റ് ചെയ്തു. പിന്നെ ബാക്കി പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ പൈപ്പ് ലൈനിലുണ്ട്, അവരെ ചെയ്യാത്തതുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിനെ കംപ്ലീറ്റ് നവീകരിച്ച് അതൊരു ഇൻ്റർനാഷണൽ ട്രേഡ് ഹബ് ആക്കുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ബാലഗോപാലുമായിട്ട് പൂർത്തീകരിച്ച് അത് ഫയൽ പുട്ടപ്പായി. ദാറ്റ് ഈസ് ഓൺ ദ വർക്കിംഗ്. അതൊരു ഒരു കമ്പനി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്പനി ഏറ്റവും പ്രയമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അന്നും ഞാൻ ടോൾ ക്ലെയിംസ് ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. അത് ഓൺ പ്രോജക്റ്റാണ്. അത് വലിയ ഒരു മാസീവ് പ്രോജക്റ്റാണ്. അത് നമ്മൾ ചെയ്യാത്തതല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കച്ചേരിതായിട്ട് പുതിയൊരു പാലത്തെക്കുറിച്ച് ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 പാലമല്ലേ ചെറുതായിട്ടുള്ളൂ. 3ാമതൊരു പാലം വരാനുള്ള ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഓൺ പ്രോജക്റ്റ് ഉണ്ടോയെന്നല്ലേ ചോദിക്കുന്നത്. 3ാമത്തെ പാലം അവരുടെ ഇതിൽ പറയുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ മാത്രമാണ്. 5 വർഷത്തിനിടയ്ക്ക് ഇത്രയൊക്കെ പോരെ. അപ്പോൾ ഈ 3ാമത്തെ പാലത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നഗരവികസനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് കച്ചേരിത്തടുത്ത 3ാമതൊരു പാലം കൂടി വേണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു കാലതാമസം എന്തുകൊണ്ടായിരുന്നു നേരിട്ടത്? ഇല്ല, ആരും ഉയർന്നു വന്നില്ലല്ലോ. 3ാമതൊരു പാലം എന്നുള്ള ആവശ്യം നഗരവികസനത്തിന്റെ അത് പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 3ാമതൊരു പാലം കൂടി ഉണ്ടെങ്കിൽ അത് പൂർത്തിയാകും എന്നുള്ളത് സാർ തന്നെ. അതെ, അത് ഞാൻ അത് കൂടുതൽ അസസ് ചെയ്ത് മൂവാറ്റുപുഴ ഒരു 50 വർഷത്തേക്ക് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വേറെ ശസ്ത്രക്രിയക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലം കൂടി വന്നാലേ അത് പൂർത്തിയാകൂ എന്ന് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള ഫയൽ മൂവ് ചെയ്ത് അതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ കൊടുത്ത് അംഗീകാരം വാങ്ങി ചെയ്തതാണ്. അത് വേണ്ടി വരും. അതിപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതിപ്പോൾ കച്ചേരിത്തടുത്ത് ഇപ്പോൾ 3ാമത്തെ പാലം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നഗരവികസനത്തിന്റെ പൂർണ്ണ ഫലം അതിന് കിട്ടും എന്നാണ് പറയുന്നത്. ഇല്ല, പൂർണ്ണത കിട്ടില്ല. അപ്പൊ അതിന് പൂർണ്ണതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതും അത് തന്നെയല്ലേ. അപ്പൊ ഇപ്പോഴാണോ അത്? അല്ല, അപ്പൊ അവരുടെ നഗര റോഡ് വികസനത്തിൽ അതില്ലല്ലോ. ഇല്ല, അവരുടെ നഗര റോഡ് വികസനത്തിൽ 3ാമത്തെ പാലം ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ അത് പുതിയതായിട്ട് ഞാനായിട്ട് ഇത് ചെയ്താണ്, ഞാനായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു പുതിയൊരു പാലം, ഒരു മേജർ ടൗണിൽ ഒരു പുതിയൊരു പാലം കൊണ്ടുവന്ന് അത് പൂർത്തീകരിക്കുന്നതിന് ഇറ്റ് വിൽ ടേക്ക് സം എ ബിറ്റ് ഓഫ് ടൈം. അതേ അതിൻ്റെ ഉണ്ടായിട്ടുള്ളൂ.
സാർ ഇപ്പോൾ പദ്ധതി നഗരവികസനത്തിൻ്റെ കാര്യം പറഞ്ഞു, KSRTCയുടെ കാര്യം പറഞ്ഞു, മുടിക്കലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഈ നഗരവികസനം KSRTC ഒക്കെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തുന്നത് MLA കാലാവധി അവസാനിക്കുന്നതിൻ്റെ ദിവസങ്ങൾ മുമ്പ് മാത്രമാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ പോലും ചിന്തിക്കില്ല, ഇത്രയും നാൾ ഇപ്പം ചെയ്യാൻ സാധിച്ചത് കുറച്ചും കൂടി നേരത്തെ ചെയ്യാമായിരുന്നെന്ന് ജനങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? അത് ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ അഗ്രസീവായി വളരെ ഫാസ്റ്റായി ഇത് ചെയ്തു തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്നും എങ്ങനെയാണ് നീണ്ടുപോയെന്നും ജനങ്ങളൊന്ന് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇവിടെ അധികാരത്തിലിരുന്ന സർക്കാരും അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന CPM-ഉം ഈ പദ്ധതി എൻ്റെ കാലയളവിൽ നടക്കരുത് എന്നതുകൊണ്ട് നമ്മൾ ഒരു വണ്ടി മുന്നോട്ട് വലിക്കുമ്പോൾ കുറച്ച് പേരൊന്ന് പുറകോട്ട് വലിക്കുകയാണ്. അപ്പോൾ പുറകോട്ട് വലി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വണ്ടി ഇതിനു മുമ്പ് പണ്ടേക്ക് പണ്ടേ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമായിരുന്നു. അപ്പോൾ പുറകോട്ട് വലി കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും. പക്ഷെ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മുകളിൽ ദൈവം വലിയവനായതുകൊണ്ട് ഇത് തീർന്നത് ഇതിൻ്റെ മുഹൂർത്തത്തിലായിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഫിനിഷ് ചെയ്തത്. സോ ദാറ്റ് മേ അത് അവർ തന്നെയാണ് അങ്ങനെ ആക്കിയത്. പക്ഷെ അതുപോലെ തന്നെയാണ് മുറിക്കലിന്റെ അപ്രോച്ച് റോഡും. എത്ര നാളായിട്ടുള്ള മൂവാറ്റുപുഴക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ബൈപ്പാസ് ഉണ്ടാകണം, അല്ലെ അപ്രോച്ച് റോഡ് വന്നിട്ട് പാലത്തേക്കൂടെ പോകണം എന്നുള്ളത്. എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് അപ്രോച്ചിന്റെ നിർമ്മാണം തുടങ്ങിയത് തന്നെ. അപ്പം അതും ഇതുപോലെ തന്നെയാണ് KSRTC ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ നഗരവികസനം പോലെ തന്നെ അവസാന നിമിഷത്തേക്ക് മാത്രം മാറ്റിവെച്ച് വോട്ടിന് വേണ്ടി മാത്രം എന്ന് പറയുന്നതിന് തുല്യമായിരിക്കൂലേ? ഇല്ല, അപ്പൊ അത് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യമില്ലേ, സാറിന് ഈ മൂന്നാമത്തെ പാലം ഇപ്പോഴാണോ തോന്നിയേ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിൻ്റെ കൊറോളറി ആയിട്ട് ഈ മുറിക്കലിൻ്റെ ഉത്തരം ഞാൻ പറയാം. മുറിക്കലിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്രോച്ച് റോഡ് തീർത്തിരുന്നെങ്കിൽ ഇതുപോലെ മറ്റൊരു പോഡ്കാസ്റ്റ് നിങ്ങളിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും, സാർ 2 സൈഡിൽ നിന്നും 20 മീറ്റർ വഴി കൊണ്ടിട്ട് ഈ 12 മീറ്റർ നടുക്ക് മാത്രമാകുമ്പോൾ കുപ്പിക്കഴുത്ത് പോലെ സാർ ഇത് കണ്ടില്ലായിരുന്നോ, സാർ ഇത് അന്ന് ആലോചിച്ചില്ലേ, ഇത് ചെയ്യാൻ നേരത്തെ ആലോചിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പം ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി രണ്ടാമതൊരു പാലം കൂടി വന്നിട്ടേ മുറിക്കൽ ചെയ്യുന്നുള്ളൂ എന്നും ആ പാലത്തിൻ്റെ സാങ്ഷൻ ആദ്യം മേടിക്കുന്നും ഡിസൈൻ ആദ്യം ഉണ്ടാവണമെന്നും അങ്ങനെ റിവൈസ് ചെയ്ത് ആ പാലം കൂടി വന്നിട്ട് മുറിക്കൽ ചെയ്യാൻ വന്ന താമസമാണ്. ഇപ്പം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി, മറ്റേ ചോദ്യം നീ ചോദിക്കാൻ പറ്റത്തില്ല. That's why it is getting delayed. അപ്പം മണ്ഡലത്തിലെ വികസനത്തെക്കാളും കൂടുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് സഭയിൽ വാക്കേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നഗരത്തിലെ മണ്ഡലത്തിന്റെ വികസനത്തെ അത് കുറച്ചും കൂടെ ബാധിച്ചിട്ടുണ്ടെന്ന് പരോക്ഷമായൊരു ആക്ഷേപമുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ഷേപമല്ല, യാഥാർത്ഥ്യമാണത്. കാരണം പിണറായി വിജയനുമായിട്ട് ഉണ്ടായ ആ ഒരു ഫേസ് ഓഫിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷമാണ് ഇതുപോലെ CPM ആണെങ്കിലും ഇതുപോലെ സർക്കാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇത്രയും ഇൻഡിഫറൻ്റ് ആയത് ഫാക്റ്റാണ്. അപ്പോൾ അവർ പിന്നീട് എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു അജണ്ട ആയതുകൊണ്ട്, അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവില്ലാത്ത ഒരു MLA ആയിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിനോടകം ഞാൻ കൊടുത്ത പ്രപ്പോസലിൽ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഇത് നടക്കുമായിരുന്നു, ഞാൻ കൊടുത്ത പ്രപ്പോസലിൽ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഇത് നടക്കുമായിരുന്നു, ഞാൻ കൊടുത്ത പ്രപ്പോസലിൽ മറ്റ് കാർഷിക മേഖലയിൽ ഞാൻ കൊടുത്ത മറ്റ് ഇൻ്റർവെൻഷൻസ് നടക്കുമായിരുന്നു, വർക്ക് നിയർ ഹോം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ കൊടുത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ചവിട്ടി വെച്ചത് ഇതുകൊണ്ടാണ്. സോ വി സഫേർഡ് എ ബിറ്റ്, ദാറ്റ്സ് ട്രൂ. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 7 കോടി രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 5 കോടി രൂപ, കാർഷിക മേഖലയ്ക്ക് 2 കോടി എന്നിങ്ങനെയാണ് ഇപ്പോൾ 5 വർഷം കൊണ്ട് വിനിയോഗിച്ചിരിക്കുന്നത്. ഒരു കാർഷിക മേഖലയായ മണ്ഡലത്തിൽ കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസത്തിനും കുറച്ചും കൂടെ പ്രാധാന്യം നൽകണമെന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ഞാൻ പറഞ്ഞു കാർഷിക മേഖലയിൽ ഞാൻ ഓണസ്റ്റായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മറന്നുപോയതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം, ഇപ്പം കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പ്രഥമ പരിഗണന കാർഷിക മേഖലയ്ക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഒരു കർഷകൻ്റെ മകനാണെന്നും ഞാൻ ഏതെങ്കിലും ലോബിയുടെ ഭാഗമാകിയാൽ കർഷകരുടെ ലോബിയുടെ ഭാഗമാകത്തുള്ളൂ, അല്ലാണ്ട് മറ്റൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അറ്റംപ്റ്റ് ചെയ്യാണ്ടല്ല, ദിസ് ഗവൺമെൻറ് വാസ് സോ ഇൻസെൻസിറ്റീവ്. അല്ലെങ്കിൽ കാർഷിക വിഷയങ്ങളോട്, കർഷകരുടെ കാര്യങ്ങളോട്, കർഷകൻ്റെ വേദനയോട് ഏറ്റവും ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും സെൻറ്റിമെൻറ്റ്സ് ഇല്ലാത്ത, ഒട്ടും സിമ്പതി ഇല്ലാത്ത ഒരു അപ്രോച്ചായിരുന്നു ഈ ഗവൺമെൻറ്. പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അതിനെ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. കിഫ്ബിയുടെ അലോക്കേഷനിൽ 51,000-53,000 കോടിയുടെ വികസനം നടത്തി എന്ന വലിയ ടോൾ ക്ലെയിം ഇവർ പറയുമ്പോൾ, സെക്ടർ വൈസ് പറയുമ്പോൾ, അതിൻ്റെ അകത്ത് 100 ചില്ലാനും കോടിയാണ് കാർഷിക മേഖല. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദിസ് അഗ്രികൾച്ചർ സെക്ടർ. സോ
സോ വി വർ ഹെൽപ്ലെസ്. MLA എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ പ്രപ്പോസ് ചെയ്യാനും നമുക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും അതിനെ പുഷ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയ തീരുമാനമാണ്. പിന്നെ ഇത്രയും ചെയ്തത് ഞാൻ എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച്, അതിനിപ്പോൾ അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. പിന്നെ ചെറിയ ഗവൺമെൻറ് റൺ ചെയ്തിരുന്ന പ്രോജക്റ്റുകൾ കാർഷിക മേഖലയിൽ ക്ഷീരഗ്രാമവും കേരഗ്രാമം പോലുള്ള കാര്യങ്ങൾ പിടിച്ചു മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്താണ് ഇത്രയെങ്കിലും എത്തിച്ചത്. സാറ് പറഞ്ഞു തരുന്നത് മൂവാറ്റുപുഴ മണ്ഡലം കൂടുതൽ വികസനത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് സർക്കാരിന്റെ അവഗണന കൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, അതും ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് അതിനെ ബാധിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ പരിശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മളിട്ട ഇൻപുട്ട് അനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് വരാതിരുന്നതിന് കാരണം ഗവൺമെൻറ് ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു. ദാറ്റ്സ് നോ ഡൗട്ട്. ഇനിയിപ്പം തിരക്കുള്ള MLA എന്നറിയാം, എന്നാൽ പോലും MLA പറ്റിയുള്ളൊരു വലിയ ആക്ഷേപമാണ് ഏത് പരിപാടിക്കും അരമണിക്കൂറിൽ 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുവാണോ എന്നുള്ളത്. അതിനെങ്ങനെയാണ് നോക്കിയാണ്? അല്ല, അത് ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ പിന്നെ ഒരു ബ്രൂട്ടലി ക്രൂവലാവാറ്. ഞാനിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിലിരിക്കുന്ന എല്ലാവരെയും കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ. പലപ്പോഴും പലരും ദൂരെ നിന്ന് വരുന്നവർ കാണും, പത്തനംതിട്ടയിൽ നിന്ന് വന്നവർ കാണും, കട്ടപ്പനയിൽ നിന്ന് വന്നവർ കാണും, ദൂരെ സ്റ്റഡിയിൽ നിന്ന് വന്നവർ ഇരിക്കുമ്പോൾ നമ്മളൊരു പരിപാടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 9 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വരുമ്പോൾ കാലത്തെ ഓഫീസ് ഒരു റൗണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഇറങ്ങാൻ വരുമ്പോൾ 5 6 പേര് കാണാനിരിക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ പിന്നെ ഒന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ എൻ്റെ ഓഫീസിലേക്ക് അവിടെ വന്നിട്ട് കാണാം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ ട്രൈ ടു ഫിനിഷ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ. അപ്പം തന്നെ ഒരുപക്ഷെ 15 മിനിറ്റോ 20 മിനിറ്റോ നമ്മൾ വൈകും. അത് സംഭവിക്കാറുണ്ട്. ഞാൻ അങ്ങനെ അത്ര ഒരു സ്ട്രിക്ട്ലി പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ടാണ്. പൊളിറ്റിക്സ് ആകുമ്പോൾ കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കും. ആളുകളായിട്ടല്ലേ ഡീൽ ചെയ്യും. ചിലപ്പോൾ പാവങ്ങളായിരിക്കും, പാവപ്പെട്ടവരായിരിക്കും, ബസ് കയറി വന്നവരായിരിക്കും, ഓട്ടോറിക്ഷ വിളിച്ച് വന്നവരായിരിക്കും, ഓട്ടോറിക്ഷ വിളിച്ച് വന്ന് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ എനിക്കറിയാം വെയിറ്റിംഗ് ചാർജ് അവർ കൊടുക്കേണ്ടി വരും. ഐ എം ഇൻ എ ഹറി, ദാറ്റ് ഈസ് ട്രൂ, ബട്ട് ദേ ആർ സഫറിങ്. അപ്പോൾ ഞാൻ കുറച്ച് ചീത്ത പേര് കേട്ടാലും അവരെ കൂടി കണ്ടിട്ട് പോകാം എന്ന് വിചാരിക്കും. അങ്ങനെ ലേറ്റ് ആവാറ്. പക്ഷേ അതൊരു റീസൺ അല്ല. നമ്മുടെ പ്രീ ഓക്യുപ്പേഷൻസ് ഉണ്ട്. നമ്മുടെ ഓൾറെഡി ഞാൻ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഞാൻ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ലോയറാണ്. അതിൻ്റെ മീറ്റിംഗ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വെൻ വി ആർ ഡൂയിങ് മൾട്ടിപ്പിൾ തിങ്സ് ചിലപ്പോൾ സംഭവിക്കും. ഓക്കെ, മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആകാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. എനിബഡി ക്യാൻ അപ്രോച്ച്. ഐ മീൻ രാവിലെ 6-8:30 വീട്ടിൽ വന്നാലും എന്നെ കാണാൻ പറ്റും. വീട്ടിലൊരു ഓഫീസുണ്ട്. എനി ടൈം ഞാൻ മണ്ഡലത്തിലുള്ള അന്ന് തലേദിവസം രാത്രി കടന്നുറങ്ങിയത് വീട്ടിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8:30 എനിവൺ ക്യാൻ വാക്ക് ഇൻ ടു മൈ ഓഫീസ്. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. പിന്നെ ഞാൻ ഇവിടെ മൂവാറ്റുപുഴ ടൗണിലൊരു ഓഫീസുണ്ട്, അവിടെ ആളുകൾ വരാറുണ്ട്. അക്സസിബിലിറ്റി, അവൈലബിലിറ്റി ഇസ് നോട്ട് ആൻ ഇഷ്യൂ. ഇറ്റ്സ് ഓൾവേസ് ദേർ. മോള് രാവിലെ പരീക്ഷ നോക്കിയോ? ഓക്കെ, നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മണ്ഡലത്തിൽ നിന്ന് മെയിനായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ വെല്ലുവിളി MLA ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ ഓഡിറ്റ് ഇതുവരെ നടന്നിട്ടില്ല. അത് പ്രധാനമായിട്ടും സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതല്ലാതെ അത് സോഷ്യൽ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആരും മുൻകൈ എടുക്കാത്തതുകൊണ്ടല്ലേ? അല്ല, അത് കറക്റ്റ് അല്ല. ഞാൻ ഈ പബ്ലിക്ക് വന്നപ്പോൾ അത് കാര്യം അദ്ദേഹം പറഞ്ഞൊരു ഐഡിയ ആണ്. അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത് സോഷ്യൽ ഓഡിറ്റ് നടത്താൻ തയ്യാറുണ്ടോ. അപ്പോൾ ജെന്യുവിൻലി ഒരു നമ്മുടെ ഇത് സ്ഥാനാർത്ഥിയോടുള്ള റെസ്പെക്ട് നമ്മൾ കാണിക്കണല്ലോ. അദ്ദേഹം എനിക്ക് വേണം ഒഴിഞ്ഞു മാറാനില്ല, എനിക്ക് വേണേൽ ആക്ഷേപിക്കാം, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ഓഡിറ്റോ ഡിബേറ്റോ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂട്രൽ ഫോറത്തിൽ അതാരും എഗ്രി ചെയ്യുന്ന അങ്ങനെയല്ലേ. അപ്പം അങ്ങനെ ഒരു ന്യൂട്രൽ ഫോറം വെച്ചാൽ അപ്പം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങളാണല്ലോ എല്ലാവരും ചോദ്യം ചെയ്യുന്ന ആളുകൾ. അപ്പം ഞാൻ പ്രസ് ക്ലബിനോട് പറഞ്ഞിരുന്നു, ഞാൻ പ്രസ് ക്ലബിന് ഒഫീഷ്യലി ഒരു ലെറ്റർ കൊടുത്തു. പ്രസ് ക്ലബിന് ഐ ആം വില്ലിങ്, ഇതിങ്ങനെ ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ പക്ഷത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്ന നിലയ്ക്ക് ഐ റിക്വസ്റ്റ് ദ പ്രസ് ക്ലബ് ടു ഹോൾഡ് എ ഡിബേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഹോൾഡ് ചെയ്യുക. ഞാൻ എന്നാലും ഏത് സ്ഥാനാർത്ഥി വരുന്നതിലാണ് അവൈലബിൾ ആണ്, ഞാൻ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്ന പ്രസ് ക്ലബ്ബുകാർ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ മറുപടി പറയുന്നത് അവർ 4 പേര് കൂടിയേ വരത്തുള്ളൂ, ഒറ്റയ്ക്ക് വരത്തില്ല എന്ന് പറയുന്നതാണ് മനസ്സിലാവും. ദെൻ പ്രസ് ക്ലബ് ഫെൽറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അത് ഒരു പ്രായോഗികമല്ല. പ്രസ് ക്ലബ് എന്നെ അറിയിച്ചു ഞങ്ങൾക്ക് നടത്താവുന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പിന്മാറി. അപ്പം പിന്നെ സോഷ്യൽ ഓഡിറ്റ് നടത്താതെ അതിന് പറയും. ഇപ്പോൾ ഒരാൾ വരാമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഞങ്ങൾ 5 പേര് കൂടിയേ വരുള്ളൂ എന്ന് പറയുന്നത് അതൊരു ആരും സമ്മതിക്കുന്ന ഒരു ഇതല്ലല്ലോ. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രസ് ക്ലബ്ബ് പറഞ്ഞ് അങ്ങനെ ഇരുന്നതിന് ഞങ്ങൾക്ക് തന്നെ മോശമല്ലേ, ഒരു സൈഡിൽ ഒരാളും മറ്റേ സൈഡിൽ 5 പേര് ഇരുന്ന് ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം അതിനില്ല. അപ്പം അങ്ങനെയാണ് അത് നടക്കാതെ പോയി.
ഇപ്പം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഇനിയൊരു തുറന്ന ചർച്ചയ്ക്ക് സോഷ്യൽ ഓഡിറ്റിന് ഇന്ന സ്ഥലത്ത് മാത്യു കുഴൽനാടൻ MLA ഉണ്ടാകും, ഏതൊരു സ്ഥാനാർത്ഥിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നുള്ളൊരു ഇതിലേക്ക് വല്ലതും നോക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലായില്ല. ഇഫ് ഹി വാസ് വില്ലിങ് ടു കം എലോൺ, ഐ മീൻ പ്രസ് ക്ലബ്ബ് ചെയ്താനെ, പ്രസ് ക്ലബ്ബ് അത് ഓപ്പൺ ആയിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് വരാനുള്ള പ്രയാസം ഉണ്ടെന്നുള്ളതല്ലേ. പിന്നെ അങ്ങനെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇനി അദ്ദേഹത്തെ വെല്ലുവിളിച്ച് നമ്മളങ്ങനെ ഒരു ദറ്റ്സ് നോട്ട് ഫെയർ. ഐ മീൻ ഐ തിങ്ക് ഹീസ് നോട്ട് വില്ലിങ് ഫോർ ദാറ്റ്. സോ നമ്മളത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പം UDF-നകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5 വർഷത്തിനിടയ്ക്ക് പല മണ്ഡലങ്ങളും പായ്പ്ര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം പായ്പ്രയിൽ, ഇന്നുണ്ടായിരുന്നു ചെറിയൊരിത്, കഴിഞ്ഞ ദിവസം പായ്പ്രയിലും ചെറിയൊരു സംഘർഷം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ UDF-ന്റെ ഉള്ളിലെ തന്നെ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണത് അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ശ്രമിക്കുന്നത്? അങ്ങനെ പറയത്തക്ക വലിയൊരു പ്രശ്നങ്ങളില്ല. സ്വാഭാവികമായിട്ടും ചെറിയ സ്വാരസ്യങ്ങൾ അവിടെ. അത് കാരണം അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. UDF-നകത്ത് തന്നെ ഒരു കക്ഷിയുടെ റിബൽ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. ചില സ്ഥലങ്ങളിൽ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു വേദനയും വിഷമം അങ്ങോട്ടും കൂടി തീർന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചെറിയ വർഷത്തിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതൊക്കെ പൊളിറ്റിക്സിൽ അങ്ങനെ വലിയ ഞങ്ങൾക്കറിയാലോ എന്തുമാത്രം ഗൗരവമുള്ളതാണ്. അതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളിൽ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും MLA എന്ന നിലയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളതാണോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. MLA അതിലൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. MLA അതിനൊരു പരിഹാരം കണ്ടെത്താൻ MLA ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് മെയിനായിട്ട് പായ്പ്രയിലെ കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അതിലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പാർട്ടി, ഒന്നാമത്തെ കാര്യം ഞാൻ MLA ആണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ മൂവാറ്റുപുഴയിലെ പാർട്ടിയിൽ എന്നെക്കാളും വളരെ സീനിയറും സീസൺഡും ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. 1-2 പേരല്ല. അവർ എന്നെക്കാളും കാര്യപ്രാപ്തിയുള്ളവരും എന്നെക്കാളും പൊളിറ്റിക്സ് അറിയാവുന്നവരും എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരും എന്നെക്കാളും അനുഭവം എല്ലാം കൊണ്ടും എല്ലാ രീതിക്കും പൊളിറ്റിക്സിനെ ഇത് ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ഞാൻ സംഘടനാ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരളവ് വരെ പാർട്ടി ലീഡർഷിപ്പിന് വിശ്വാസത്തിലെടുത്താൽ ചെയ്യാറ്. അപ്പോൾ അവർ തന്നെ പറയാം, UDF-ആയിട്ടുള്ള ചർച്ചയിൽ പലപ്പോഴും ഞാനല്ല റെപ്രസെൻ്റ് ചെയ്യാറ്, പാർട്ടി എന്നല്ലെങ്കിൽ പാർട്ടിയാണ് പോകാറ്. അവർ തന്നെ പറയാറുണ്ട്, MLA വരണ്ട, ഞങ്ങൾ സംസാരിച്ചത് തീർന്നില്ലെങ്കിൽ MLA ഇടപെട്ടാൽ മതി. അത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മൂവാറ്റുപുഴയിലൊരു സെറ്റ് രീതി അതാണ്. സംഘടനയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സംഘടനയിൽ എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. ഞാൻ KPC വൈസ് പ്രസിഡൻ്റാണ്, അത് ശരിയാണ്. പക്ഷെ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഒരു സംഘടനാ ലീഡർഷിപ്പിന് ഒരു പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു നിലപാടാണ് ആദ്യം മുതലേ എൻ്റെ. അതുകൊണ്ടാണ് അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ സാർ. ഇപ്പം നമ്മുടെ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ പദ്ധതി മണ്ഡലത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? തുടങ്ങി വെച്ചതല്ല, പൂർത്തീകരിച്ച് ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എത്ര രൂപയുടെ പദ്ധതികൾ മൂവാറ്റുപുഴയ്ക്കുണ്ട്? അത് ഞാൻ ചിലപ്പോൾ ഒന്ന് വർക്ക് ചെയ്തിട്ട് പറയേണ്ടത്. അപ്പം മൊത്തം നമ്മളിപ്പോൾ പ്രപ്പോസൽ അംഗീകരിക്കപ്പെട്ടത് 1298 കോടി രൂപയുടെ പദ്ധതികളാണ് പൂർത്തീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്ലല്ല, 1298 കോടി രൂപയുടെ അംഗീകരിക്കപ്പെട്ട പ്രപ്പോസൽസ് ആണ്. അംഗീകരിച്ച് ASI TSI നിൽക്കുന്നതാണ്. പൂർത്തീകരിച്ചിരിക്കുന്നതിന്റെ കണക്കുകൾ ഞാൻ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. ഒരു പെട്ടെന്നുള്ള നോട്ടത്തിൽ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതിലൊക്കെ പദ്ധതി എടുത്തു പറയാനായിട്ടുണ്ടോ? ഈ നഗരവികസനം KSRTC മുറിക്കലല്ലാണ്ട് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോർട്സ് ഫെസിലിറ്റി PWD റെസ്റ്റ് ഹൗസ് കഴിഞ്ഞു, PWD കോംപ്ലക്സ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ റീബിൽഡ് കേരളയുടെ 2 റോഡുകൾ തീർന്നതിൻ്റെ കാലഘട്ടത്തിലാണ്. അത് രണ്ടും 100 കോടി മുകളിലുള്ള പ്രോജക്റ്റാണ്. പിന്നെ അങ്ങനെ വലിയ പ്രോജക്ട്സ് തന്നെ പലതും ഉണ്ടല്ലോ തീർന്നു തന്നെ. കംപ്ലീറ്റ് ആയി ഇനാഗ്രേഷൻ കഴിഞ്ഞു. കോട്ടാത്തേനി റോഡിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് കൊടുത്താണ്. റീബിൽഡ് കേരളയുടെ കൊടുത്താണ്. പിന്നെ മറ്റേ വാഴക്കുളത്തെ റോഡിന്റെ കൊടുത്താണ്. പിന്നെ ബഡ്ജറ്റ് വർക്ക് 2 തീർന്നതാണ്. 4 വർഷത്തെ ശമ്പളം ജനങ്ങൾക്കായി മാറ്റിവെച്ചൊരു MLA ആണ് മൂവാറ്റുപുഴയുടേത്. അപ്പോൾ ഇതിന് പ്രചോദനമായിട്ടുള്ളത് എന്താണ്? അല്ല, അത് ഞാനായിട്ട് പോളിറ്റിക്സിൽ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഇനി മുമ്പോട്ടുള്ള കാലത്ത് വരുമാനത്തിനും തൊഴിൽ, രാഷ്ട്രീയം, സേവനം എന്നതായിരിക്കണം പുതിയ തലമുറ പൊളിറ്റിക്സിൽ വരുന്നവർ ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനെയുള്ളവർ വന്നാലാണ് പൊളിറ്റിക്സിനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ കഴിയുക. അപ്പം അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനും ദിസ് ഈസ് ഓൾസോ പോസിബിൾ എന്ന് നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പോളിറ്റിക്സിൽ നിന്ന് നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ജനങ്ങളോടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. 25 ലക്ഷം 28 ലക്ഷം രൂപ നമുക്ക് ശമ്പളം കിട്ടുന്നതാണ്. അപ്പോൾ അത് ഫോർഗോ ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണലി നിങ്ങൾ നിന്നാൽ, ഇഫ് യു ആർ വില്ലിങ് ടു വർക്ക് ഫോർ യുവർ ഏർണിംഗ്,
ദെൻ യു ക്യാൻ ഡു ഇറ്റ് എന്നൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നമ്മളിപ്പോൾ മണ്ഡലത്തിലേക്ക് ഒന്നും കൂടി തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കൂടെ ഇപ്പോൾ വിജയിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? മൂവാറ്റുപുഴയുടെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 40% പോലും ആയിട്ടില്ല എന്നുള്ള ഇതുവരെ. ഒരു മേ ബി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നഗരത്തിൻ്റെ ഫെസിലിറ്റീസിനെ നോക്കിയാൽ മറ്റൊരു 28% അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ തോന്നിട്ടുള്ളൂ. സോ വി ഹാവ് മച്ച് മോർ ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കണക്ടിവിറ്റി വൈസ്. ഒന്ന് നമ്മുടെ ഒരു കോമേഴ്സും എക്കണോമി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ ഈസിനെസ് വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചിയുടെ ഇപ്പോൾ ഒരു എപ്പി സെൻ്ററായിട്ട് വരുന്നത് കാക്കനാടാണ്. സോ കാക്കനാടിനോടുള്ള കണക്ടിവിറ്റി ഈസ് ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു കണക്ടിവിറ്റി മുതൽ ബൈപ്പാസുകൾ മുതൽ പിന്നെ ഇൻ ആൻഡ് അറൗണ്ട് മോട്ടറിക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഫെസിലിറ്റീസ് നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ മേജർ ഫോക്കസ് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കി കൾച്ചറൽ ഇൻ്റർവെൻഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മൂവാറ്റുപുഴക്കാരുടെ മനസ്സിലുള്ള 2 ആഗ്രഹങ്ങളാണ്. ഒന്ന് മെട്രോ മൂവാറ്റുപുഴ വരെ എത്തിക്കുക, പിന്നെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞൊരു ജില്ല ഉണ്ടാവുക. ഈ 2 ആഗ്രഹങ്ങൾ ഇനി വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ മൂവാറ്റുപുഴയിലേക്ക് മെട്രോ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഫസ്റ്റ് പ്രപ്പോസൽ ആരാ പറഞ്ഞതെന്നറിയോ? ഞാനായിട്ട് പറഞ്ഞ ഇതാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ആവശ്യം ജനങ്ങളിൽ നിന്ന് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണ് പറഞ്ഞത് ഇഫ് യു ക്യാൻ കണക്ട് മെട്രോ ടു മൂവാറ്റുപുഴ ദാറ്റ് വുഡ് ബി ഭയങ്കര ഒരു ഇതായിരിക്കും. അതിൻ്റെ ഒരു നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഒക്കെ ഉണ്ടെങ്കിൽ പുഷ് ചെയ്താലേ നടക്കത്തുള്ളൂ. ആ ഒരു ആശയം ഫ്ലോട്ട് ചെയ്ത് അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യുന്നാൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് പെട്ടെന്ന് വരുമ്പോഴത്തേനും മോട്ടറിക്കുന്ന പിന്നെ എല്ലാം മെട്രോ കൊടുക്കുന്നു പറയത്തില്ല. അപ്പോൾ ഈ ഒരു ആശയം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഡിമാൻഡ് ചെയ്തേ വരത്തുള്ളൂ. അങ്ങനത്തെ മേജർ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ജില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി പറ്റും. പക്ഷേ ഒരു ജില്ല എന്നുള്ള ഡിസ്കഷൻ വന്നാൽ മൂവാറ്റുപുഴ ജില്ലയുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആവശ്യം നമുക്ക് സ്ട്രോങ് ആയി പ്ലേസ് ചെയ്യാൻ പറ്റും. അതും നമുക്കൊരു ആവശ്യമാണ് സത്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ കൊച്ചി ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ നഗരം പോലെ ആയതുകൊണ്ട് കൊച്ചിയിൽ വരുന്ന മൊത്തം അലൊക്കേഷൻ്റെ മേജർ ചങ്ക് ഈ സിറ്റി ബേസ്ഡ് ആയിട്ട് പോകും. ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈഫ്രക്കേഷൻസൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനൊരു കാര്യം പ്ലേസ് ചെയ്തു. ഞങ്ങൾ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ ജില്ലയിലേക്ക് വരുന്ന ഫണ്ടിൻ്റെ ലയൺ ഷെയർ ഗോ ടു ദ കോർപ്പറേഷൻ ബിക്കോസ് there are a lot of projects priorities there. അപ്പോൾ അങ്ങനെ വി ആർ സഫറിങ്, കിഴക്കൻ മേഖല ഞങ്ങൾ സഫർ ചെയ്യാമെന്നുള്ളൊരു കേസ് ഞാൻ ബിൽഡ് ചെയ്ത് പതുക്കെ ആർഗ്യൂ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. മൂവാറ്റുപുഴക്കാരുടെ വലിയൊരു ആഗ്രഹമാണ് ജില്ല എന്നുള്ളത്. ഇപ്പം എല്ലാവരും അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പാർട്ടി നോക്കാതെയാണ് എല്ലാവരും മൂവാറ്റുപുഴ എന്നുള്ള ഇത്. അപ്പം കുറച്ചും കൂടെ വികസനമാണെങ്കിൽ പോലും നഗരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പം കർഷകർക്ക് അല്ലെങ്കിൽ പുതിയ യുവാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്തായിരിക്കും പുതിയ ജില്ല കൊണ്ടുവരുമ്പോൾ? അല്ല, പുതിയ ജില്ല കൊണ്ടുവരുമ്പോൾ വെച്ചാൽ ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തും. പക്ഷെ ഞാൻ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ജില്ലയാക്കുമെന്ന് അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എനിക്കറിയാം. അപ്പം അതിന് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് പൈസയാണ്. ഒരു ജില്ല, ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടാക്കാൻ ഈ സർക്കാരിൻ്റെ പൈസയില്ല. ഒരു പഞ്ചായത്ത് ഡിവൈഡ് ചെയ്യാൻ പൈസയില്ല. ഇപ്പം മോട്ടറിൽ സത്യം പറഞ്ഞാൽ ഈ പായിപ്ര പഞ്ചായത്ത് മുളവൂർ പഞ്ചായത്തിന് 2 പഞ്ചായത്ത് ആക്കുന്ന ഡിമാൻഡ് ഒരു ജെനുവിനാണ്. ഒന്ന് പോപ്പുലേഷൻ വൈസ് വളരെ കൂടുതൽ, ഏരിയ വൈസ് വളരെ വലുത്, ആളുകൾക്ക് ഭയങ്കര ഇൻകൺവീനിയൻസ്. ഒരു പഞ്ചായത്ത് അഡീഷണലി ഉണ്ടാക്കാനുള്ള പൈസ ഗവൺമെൻറ് ഇല്ലാത്ത ഗവൺമെൻറ്റിനോട് വേണം നമ്മൾ ജില്ലയുടെ കാര്യം പറയാൻ. പക്ഷെ നമ്മൾ പറയാതിരിക്കേണ്ട കാര്യമില്ല, നമ്മൾ പറയുന്നുണ്ട്. വി വിൽ വർക്ക് ഫോർ ഇറ്റ്. ഇപ്പം മൂവാറ്റുപുഴ ചരിത്രം നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ 2001 മുതൽ പല മുന്നണികൾക്ക് മാറിയാണ് ഭരണം വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇനി വീണ്ടും തുടർ ഭരണമായിരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മാറ്റം എന്ന് നോക്കും ആഗ്രഹമില്ലേ? എന്നും ഇങ്ങനെ ഒന്നും അമ്പലത്തില്ല, മാറും. തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മുടെ LDF സ്ഥാനാർത്ഥി അരുണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗുഡ് ഗായ്. പൊളിറ്റിക്കലി വന്ന ആളാണ്. ASF വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ വന്ന് വളരെ ചെറുപ്രായത്തിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയ ആളാണ്. സോ ഈസ് കേപ്പബിൾ ആൻഡ് ഗുഡ് എന്നുള്ള എൻ്റെ തുടർ ഭരണം കിട്ടുവാണെങ്കിൽ എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുക?
അല്ലെങ്കിൽ ഇതൊരു പ്രൊഡിക്റ്റ് around ചെയ്യാനില്ല. വളരെ എന്നാലും ജനങ്ങൾ ഇത്രയും നാൾ ഇപ്പൊ സാറ് പറഞ്ഞു നല്ലൊരു മാർക്ക് ഇടുന്നുണ്ട് സ്വന്തമായിട്ടെന്നുള്ളത്. അപ്പൊ സ്വന്തമായിട്ട് എത്ര മാർക്ക് കൊടുക്കുന്നു? അതിനനുസരിച്ചുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവും. ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അറിയാലോ, അതനുസരിച്ചുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവും, നല്ലൊരു കൺവിൻസിങ് മാർജിൻ ഉണ്ടാവും. നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF എത്ര സീറ്റ് നേടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? UDF 100 ആണ് ഞങ്ങളുടെ ഒരു അറൗണ്ട് 100. ഓക്കെ, അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാറിന് സാധിക്കട്ടെ. മാർക്കിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.